ലോകം മുൾമുനയിൽ നിൽക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട ശത്രുതയ്ക്കും ഉപരോധങ്ങൾക്കും ഒടുവിൽ ഒരു ആണവ കരാർ ഉടൻ സാധ്യമാകുമെന്ന ശുഭപ്രതീക്ഷ ഇറാൻ ഔദ്യോഗികമായി പങ്കുവെക്കുമ്പോഴും മറുവശത്ത് യുദ്ധസമാനമായ സൈനിക സന്നാഹങ്ങളുമായി അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനി നൽകുന്ന സൂചനകൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ വെച്ച് നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചകളിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെ സാന്നിധ്യം ഈ ചർച്ചകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക എന്നത് മാത്രമാണ് ചർച്ചകളുടെ യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു സാധാരണഗതിയിലെത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അലി ഷംഖാനി വ്യക്തമാക്കി. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമേ തങ്ങൾ ആണവോർജം ഉപയോഗിക്കുകയുള്ളൂ എന്ന ഇറാന്റെ കാലങ്ങളായുള്ള വാദത്തിന് അടിവരയിടുന്നതാണ് ഈ പ്രസ്താവന. എന്നാൽ കേവലം വാക്കുകൾക്കപ്പുറം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പൂർണ്ണ നിയന്ത്രണവും പരിശോധനയും ഉറപ്പാക്കണമെന്ന വാശിയിലാണ് അമേരിക്കൻ ഭരണകൂടം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കാൻ മടിക്കില്ലെന്ന ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത് മേഖലയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാക്കുന്നുണ്ട്. ജനീവയിൽ നടക്കുന്ന മൂന്നാം വട്ട പരോക്ഷ ചർച്ചകളിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ ഭാഗത്തു നിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ് പ്രധാനമായും ചർച്ചകളിൽ ഏർപ്പെടുന്നത്. ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്നറുടെ സാന്നിധ്യം ഈ ചർച്ചകളിൽ വൈറ്റ് ഹൗസ് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. എന്നാൽ ചർച്ചകൾ പ്രതീക്ഷിച്ച വേഗതയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ഇറാന്റെ ആണവ പദ്ധതികൾ, പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ ഫോർഡോ, നടാൻസ്, എസ്ഫഹാൻ എന്നിവ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന കടുത്ത നിർദ്ദേശമാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. ഇതിനു പുറമെ ഇറാൻ ഇതുവരെ സമ്പുഷ്ടീകരിച്ച മുഴുവൻ യുറേനിയവും അമേരിക്കയ്ക്ക് കൈമാറണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വിശേഷിപ്പിച്ച അബ്ബാസ് അരാക്ചി സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാതെ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലെന്ന നിലപാടിലാണ് ഇറാൻ. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സൈനികമായ കരുത്ത് പ്രകടനം നടത്തി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഗ്രീസിലെ നാവികത്താവളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞു. 10ലധികം യുദ്ധക്കപ്പലുകളെ ഇതിനോടകം തന്നെ പശ്ചിമേഷ്യൻ സമുദ്രാലയത്തിൽ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. USS അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ നിലവിൽ മേഖലയിലുണ്ട്. ഇതിനു പുറമെയാണ് രണ്ടാമതൊരു വമ്പൻ കപ്പൽ കൂടി എത്തുന്നത്. ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ സൈനിക സന്നാഹം വർദ്ധിപ്പിക്കുന്നത് ഇറാനുമേൽ മാനസികമായ മേൽക്കൈ നേടാനുള്ള തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം മേഖലയിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദിയുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നേരിയ പ്രതീക്ഷ നൽകുന്നത്. ഇരുപക്ഷവും പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്ന ചില ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ വഴിമുട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്തയാഴ്ച വിയന്നയിൽ വെച്ച് സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ രാജ്യാന്തര ആണവോർജ ഏജൻസിക്ക് കൂടുതൽ പരിശോധനാധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിയന്നയിൽ ചർച്ചയാകും. ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ ഇറാന്റെ തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഖമേനിക്കും സംഘത്തിനും താല്പര്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ തങ്ങളുടെ സൈനികവും ശാസ്ത്രീയമായുള്ള നേട്ടങ്ങൾ അടിയറവ് വെക്കാൻ അവർ തയ്യാറുമല്ല. അമേരിക്കൻ വിദേശ നയത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന പരമാവധി സമ്മർദ്ദം എന്ന നയം ഇറാനെ ഒരു കരാറിലേക്ക് നീതിപൂർവ്വം എത്തിക്കുമോ അതോ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനും സാമ്പത്തിക ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ആ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എങ്കിലും ചൈനയുമായും റഷ്യയുമായും ഇറാൻ പുലർത്തുന്ന അടുത്ത ബന്ധം അമേരിക്കയുടെ ഭീഷണികളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ അവർക്ക് കരുത്തു നൽകുന്നു. ജനീവയിലെ ചർച്ചകൾ വിജയിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ വലിയൊരു സമാധാന അന്തരീക്ഷം സംജാതമാക്കും. എന്നാൽ പരാജയപ്പെട്ടാൽ അത് സിറിയയെക്കാളും ലെബനനേക്കാളും വലിയൊരു യുദ്ധക്കളമായി മിഡിൽ ഈസ്റ്റിനെ മാറ്റിയെടുക്കും. വരും ദിവസങ്ങളിൽ വിയന്ന ചർച്ചകളും അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ നീക്കങ്ങളും ഈ വിഷയത്തിൽ നിർണായകമാകും.